നമസ്കാരം. ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കൂ എന്നൊക്കെ പറഞ്ഞ അധികാരത്തിൽ വന്നൊരു സർക്കാരാണല്ലോ എന്ന് കേരളം ഭരിക്കുന്നത്. അവസാനം ഒരു ഗ്യാരണ്ടിയും നടപ്പിലാക്കപ്പെട്ടില്ല. ജനങ്ങൾ ഞങ്ങൾ മൂഞ്ചിഹെ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് മാധ്യമങ്ങൾ പറഞ്ഞത് നോക്കൂ, പൂക്കി മുഖ്യമന്ത്രി, നോക്കൂ ചിരിക്കുന്ന മുഖ്യമന്ത്രി, കണ്ടില്ലേ ഇംഗ്ലീഷ് പറയുന്ന മുഖ്യമന്ത്രി, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയുന്ന ഒരു പഴയ പഴഞ്ചൊല്ലുണ്ട്. എന്തായാലും ഇപ്പോ മാധ്യമങ്ങൾക്ക് കൊണ്ടു. ഇപ്പൊ മാധ്യമങ്ങൾ എന്താണ് പറയുന്നത് അറിയാമോ? എടേ അത് പൂക്കി മുഖ്യമന്ത്രി ഒന്നും അല്ലടേ, എന്താണ് ഇവിടെ വി.ഡി. സതീശൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കിട്ടി കിട്ടി, ഞങ്ങളും കണ്ടു, ഞങ്ങളും തിരിച്ചറിഞ്ഞു എന്ന രീതിയിലേക്ക് മാധ്യമ പ്രവർത്തകരും മാറിയിട്ടുണ്ട്. ഇത്ര നേരം ഉറങ്ങുമായിരുന്നു അവിടെ ഇരുന്ന്. അതായത് വി.ഡി. സതീശൻ ഇന്നത്തെ വാർത്താ സമ്മേളനം മാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് തുറന്നു കാണിക്കുന്ന ഒന്നായിരുന്നു. മാത്രമല്ല ഇതുവരെ മാധ്യമങ്ങളെ അദ്ദേഹം പറ്റിക്കുകയായിരുന്നു. കപട സ്നേഹം കാണിച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്ന സത്യം, വസ്തുത മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനിയും അത് തിരിച്ചറിയാത്ത മാധ്യമ പ്രവർത്തകരുണ്ടെങ്കിൽ അവരെ മരമണ്ടന്മാർ എന്ന് മാത്രമേ വിളിക്കാനുള്ളൂ എന്നുള്ളതാണ്. ഇനി നമുക്ക് എന്താണ് ഇതിന്റെ കാരണം എന്ന് കൂടി പറയാം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇ.ഡി. അന്വേഷണവുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശനോട് മാധ്യമ പ്രവർത്തകർ ഒരു ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഇ.ഡി. അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. അതായത് വി.ഡി. സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെയും കണ്ട ശേഷമാണ് ഈ കേരളത്തിലേക്ക് ഇ.ഡി. എത്തുന്നതും ഒപ്പം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് നടത്തുന്നതും. അപ്പോൾ സ്വാഭാവികമായും ഡൽഹിയിലാണ് വി.ഡി. സതീശൻ ഇവരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. കേരളത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. ഒരു സംശയം ഉണ്ടാകും. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തൊക്കെ ഈ RSSനോടൊക്കെ വലിയ രീതിയിലുള്ള ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് ഗോൾവാക്കറുടെ ഒക്കെ പരിപാടിയിൽ, ജന്മശതാബ്ദി പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. മാത്രമല്ല കേരളത്തിൽ തന്നെ പുത്തൻകുരിശ് പഞ്ചായത്തിൽ ഈ NDA പിന്തുണയോടെയാണ് അവർ ഭരിക്കുന്നത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ എല്ലാ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചും ജനങ്ങളെ സംബന്ധിച്ചും ഒരു സംശയം ഉണ്ടാകാം. കാരണം പിണറായി വിജയനെ പല രീതിയിൽ വേട്ടയാടിയിട്ടുള്ള വ്യക്തിയാണ് വി.ഡി. സതീശൻ. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഏറെ ഭയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് മുഖ്യമന്ത്രി. അപ്പോൾ കൂട്ടാനൊക്കെയായിട്ടൊരു ശ്രമം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കാൻ ചെന്നു. ഒരു തവണ ചോദിച്ചു, 2 തവണ ചോദിച്ചു, പൂക്കി മിണ്ടിയില്ല. അപ്പൊ പിന്നെ മാധ്യമപ്രവർത്തകർ കാണുമ്പോ ഒക്കെ ചോദിക്കുകയാണ്. കാരണം അവർക്ക് മറുപടി വേണമല്ലോ. ജനങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ്, എന്താണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്ന് അറിയാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. 13 തവണയും വി.ഡി. സതീശന്റെ അടുത്ത് ചോദ്യം ചോദിച്ചിട്ടും സതീശൻ മിണ്ടിയില്ല എന്നുള്ളതാണ്. ഇതേ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് എന്താണ് പറയുന്നത്? എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ആദ്യം ഞാൻ പറയുക നിങ്ങളുടെ അടുത്തായിരിക്കും എന്നാണ് പറയുന്നത്. അവസാനം ഇപ്പൊ എന്താണ് കാണുന്നത്? അത് കേട്ട് ഈ ജനങ്ങളൊക്കെ ഗ്യാരണ്ടി ആയിട്ട് വിശ്വസിച്ച പോലെ തന്നെ മാധ്യമ പ്രവർത്തകർ ഇത് കേട്ടങ്ങ് വിശ്വസിച്ചു. അപ്പൊ അത് കേട്ടാണ് ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നത്. അങ്ങനെ പലയിടങ്ങളിലും ചെന്നു മൂപ്പര് മിണ്ടുന്നേ ഇല്ല. അങ്ങനെ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞപ്പോൾ വി.ഡി. സതീശൻ ഇവർ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി.ഡി. സതീശൻ ഒരു കഥ പറയുന്ന കാഴ്ച കണ്ടു. ആ കഥയൊന്നും ആദ്യം കാണാം, അതിനുശേഷം ഇവരെ പരിഹസിക്കുന്നതും അധിക്ഷേപിക്കുന്നതും ഒക്കെ കാണാം. ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയന്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ ഇ.ഡിയെ കൊണ്ട്. അപ്പോൾ ഉടനെ മോഡി അപ്പം തന്നെ ഫോൺ എടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞാണ്, നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്തു. ഇത് മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയുകയാണ്. ഞാൻ ചിരിക്കണോ അല്ലെ കരയണോ? കേട്ടല്ലോ, അതിനുള്ള ഉത്തരവാണ് നമ്മുടെ വി.ഡി. സതീശൻ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നിന്ന് പറയുന്നത് കേട്ടോ. സത്യത്തിൽ വി.ഡി. സതീശൻ നിങ്ങളിത് കോമഡി ആയിട്ടാണ് പറഞ്ഞതെങ്കിലും സത്യത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചതെന്ന സംശയം തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. പക്ഷേ താങ്കളുടെ ഈ പ്രതികരണം കാണുമ്പോൾ ഒരു മുഖ്യമന്ത്രി നടത്തുന്ന പ്രതികരണമായിട്ട് ജനങ്ങൾക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. താങ്കൾ ഇപ്പോഴും പ്രതിപക്ഷ നേതാവല്ല എന്നുള്ള ഒരു വസ്തുത താങ്കൾ ഒന്ന് അംഗീകരിക്കേണ്ടതുണ്ട്. ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്നൊക്കെ ഒന്ന് സ്വയം തിങ്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് പോലും താങ്കളുടെ പെർഫോമൻസ് എത്തുന്നില്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടാണ് കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ പ്രതിപക്ഷ നേതാവ് ജനങ്ങളുടെ കയ്യടി ഏറ്റുവാങ്ങുന്നത്. മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഒരു കഥ പറയുകയാണ്. ഈ കഥ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം എന്താണ് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ദിനം തന്നെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ എനിക്കിതിലൊന്നും പങ്കില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം അതൊന്നും പറയാതെ ഇന്ന് കുറെ ദിവസങ്ങൾക്ക് ശേഷം ആലോചിച്ച് ഒരു കഥയൊക്കെ വന്ന് പറയുകയാണ്. എന്തായാലും കഥയ്ക്ക് ശേഷം മാധ്യമ പ്രവർത്തകർ ഈ ചോദ്യം ചോദിക്കാൻ വന്നതുമായി ബന്ധപ്പെട്ട് ഇനി അവരെ അധിക്ഷേപിക്കുന്ന കാഴ്ച കൂടി ഒന്ന് കാണാം, അവരെ പരിഹസിക്കുന്ന കാഴ്ച കൂടി ഒന്ന് കാണാം. എല്ലാ നുണകൾക്കും നമ്മൾ പറയാൻ പറ്റുമോ? എല്ലാ നുണകൾക്കും നമുക്ക് മറുപടി പറയാൻ പറ്റുമോ?
പിന്നെ രാവിലേക്കൊന്ന് വീട്ടിലേക്ക് ഒന്ന് ഇരിക്കുമ്പോൾ നമ്മളൊന്ന് റെഡിയായി ഒന്ന് കുളിച്ചൊക്കെ ഇറങ്ങി എന്നിട്ട് അവിടെ നിന്ന് പോയി അടുത്ത പരിപാടിക്ക് പങ്കെടുക്കുമ്പോൾ ആ പരിപാടിയിൽ നിൽക്കുകയാണ്. കേരള ഹൗസിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഈ ചോദ്യം ചോദിക്കുകയാണ്. അപ്പോഴാണ് മറ്റേ എനിക്ക് ഇത് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എയർപോർട്ടിലെത്തുമ്പോൾ വീണ്ടും ചോദ്യം ചോദിക്കുകയാണ്. എവിടെ? ഡൽഹി എയർപോർട്ടിൽ. ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഞാൻ രാത്രി കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ അവിടെയും ചോദ്യം ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്ററുകൾ എൻ്റെ വീട്ടിലേക്ക്. അവിടെ ചെന്നപ്പോൾ അവിടെ നിൽക്കുകയാണ്. ഇത്രയും യൂണിറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടോ ശരിക്കും? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഇത്രയും യൂണിറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടോ? അപ്പം ശരി 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 ഇത്രയും മതി. കണ്ടല്ലോ എത്ര യൂണിറ്റ് ഉണ്ടെന്ന് നമ്മുടെ സതീശേട്ടൻ അറിയില്ല. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് മാധ്യമങ്ങളുടെ എല്ലാ ലാളനെയും ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത്. ആ സതീശൻ മാധ്യമപ്രവർത്തകര് ഇങ്ങനെ വാർത്തെടുക്കാൻ വന്നതിനെ ഈ രീതിയിൽ പരിഹസിച്ചത് തീർത്തും അപലപനീയമെന്നും പറയാതെ വയ്യ. എന്നിട്ട് വേഗം എഴുന്നേറ്റങ്ങ് പോവുകയാണ് ഒരു ധാർഷ്ട്യത്തോടു കൂടി, അഹങ്കാരത്തോടു കൂടി. പഴയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയാണ് എനിക്ക് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം കാണാൻ സാധിച്ചത്. അങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ് അദ്ദേഹം പോവുകയാണ്. മാധ്യമപ്രവർത്തകർക്ക് ഇത് ആവശ്യമാണ്. അതായത് ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ടുപോയി നടക്കുകയായിരുന്നല്ലോ സതീശനെ. മാത്രവുമല്ല പാലും തേനും ഒക്കെ കൊടുക്കുകയായിരുന്നല്ലോ. അവസാനം പാലും തേനും ഒക്കെ കൊടുത്ത കൈക്ക് തന്നെ മുഖ്യമന്ത്രി കൊത്തിയിരിക്കുന്നു, കടിച്ചിരിക്കുന്നു. ഇതെന്തായാലും നിങ്ങൾ അർഹിക്കുന്ന ഒന്നാണ്. പക്ഷെ ഇതിൽ നിന്നെങ്കിലും പാഠം ഉൾക്കൊള്ളുക, പഠിക്കുക എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ വിമർശിക്കണം, അത് മുഖ്യമന്ത്രി വിമർശിക്കണം, പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കണം, എല്ലാവരെയും വിമർശിക്കണം. പക്ഷെ വിധേയത്വം പാടില്ല എന്നുള്ളതാണ്. ഇത് ഒരു വ്യക്തിപൂജയൊക്കെ പോലെയാണ് പലപ്പോഴും പല മാധ്യമങ്ങളിലേക്ക് വാർത്ത കാണുമ്പോൾ എനിക്ക് തോന്നിപ്പോകുന്നത്. ഓവറായിട്ട് വിധേയത്വം കാണിക്കരുത്, ആദ്യം തന്നെ തുറന്ന് പറയുകയാണ്. മാത്രമല്ല ഇതിനുശേഷം അവിടെ എഴുന്നേറ്റ് പോകുമ്പോൾ വേറൊരു മാധ്യമ പ്രവർത്തകനെയാണോ ഇങ്ങനെയും ആക്ഷേപിക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് കാണാം. ഇത്ര നേരം ഉറങ്ങുമായിരുന്നു അവിടെ ഇരുന്ന്. വി ഡി സതീശന്റെ സ്ഥാനത്ത് പിണറായി വിജയൻ ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? മാധ്യമങ്ങളുടെ ഇന്നത്തെ അന്തിച്ചർച്ച എന്താകുമായിരുന്നു? മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം അത് ഹനിച്ചു, മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ വാമൂടിക്കെട്ടി പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞ് ഹെഡ്ലൈൻ കൊടുക്കുമായിരുന്നു. എന്നിട്ട് വിമർശിക്കാൻ കുറെ മാധ്യമപ്രവർത്തകർ വന്ന് ഇരുന്ന് അങ്ങ് തലങ്ങനും വിലങ്ങനും വായി തോന്നിയത് കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ പാടുമായിരുന്നു. ചില മാധ്യമ സംഘടനകൾ ഇതിന്റെ പേരിൽ പത്രക്കുറിപ്പ് ഇറക്കുമായിരുന്നു. പക്ഷെ ഇതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുകയാണ്. മാധ്യമങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ മാധ്യമങ്ങളെ പരസ്യമായി അപമാനിച്ചിരിക്കുന്നത്. മാധ്യമങ്ങൾക്കൊപ്പമല്ല മുഖ്യമന്ത്രി എന്ന് മാധ്യമ പ്രവർത്തകർ തിരിച്ചറിഞ്ഞ നിമിഷമാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. പ്ലാസ്റ്റിക് സ്വഭാവമുള്ളതെല്ലാം അങ്ങനെയാണ്, മുഖം മൂടി വെച്ചതെല്ലാം അങ്ങനെയാണ്. അതിടയ്ക്ക് അഴിഞ്ഞു വീഴും. അഴിഞ്ഞു വീഴുമ്പോൾ ആ കപടമുഖം ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. കപടമുഖം പലർക്കും തിരിച്ചറിയാൻ കഴിയും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. ഒരു റിക്വസ്റ്റ് മാത്രം, താങ്കൾ ഇപ്പോഴും പ്രതിപക്ഷ നേതാവല്ല മുഖ്യമന്ത്രിയാണെന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് സ്വയം തന്നെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. വിമർശനങ്ങളും അതുപോലെ തന്നെ പല രീതിയിലുള്ള പല ഭാഗത്തുനിന്നും ചില തിരുത്തലുകളും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശബ്ദങ്ങൾ ഉയർന്നു വരും. മിസ്റ്റർ വി ഡി സതീശ, അത് സ്വാഭാവികമായും ജയിപ്പിച്ചുവിട്ട ജനങ്ങൾ തങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള പണി നല്ല ഭംഗിയായി ചെയ്യുന്നില്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന പല ആരോപണങ്ങളും അല്ലെങ്കിൽ പല സജഷൻസുമാണ്. അതിനെ ആ രീതിയിൽ എടുക്കാൻ കൂടി താങ്കൾ പഠിക്കണം. അല്ലാതെ തങ്ങളെ വിമർശിച്ചതിന്റെ പേരിൽ ഹെഡ് മാസ്റ്ററിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, അല്ലെങ്കിൽ KSRTC ഡ്രൈവറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, അങ്ങനെയുള്ള ധാർഷ്ട്യങ്ങളൊന്നുമല്ല ഇവിടെ ആവശ്യം എന്ന് പറഞ്ഞു വെക്കുകയാണ്. ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഒക്കെ ഇപ്പോ ഒരു കനം എടുത്തു നോക്കിയാൽ നമ്മുടെ വി ഡി സതീശന്റെ കനം തന്നെയാണല്ലോ ഒരു 1.5 കനം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.